ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ സിനിമയിലായാലും അതുപോലെ മറ്റേത് പ്രോഗ്രാമിലാണെങ്കിലും മുൻനിര നായകന്മാരായിരിക്കും നമ്മുടെ കൂട്ടുകാരെല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നത്. എന്നാൽ ഇതുപോലെ തന്നെ പ്രസക്തിയുള്ള ഒരു കൂട്ടരുണ്ട് ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിക്കുന്നവർ. ആക്ച്വലി അവരും കൂടി ചേർന്നതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ വിജയം എന്ന് പറയുന്നത്. എത്രത്തോളം നമ്മുടെ നായകന്മാർക്കോ അല്ലെങ്കിൽ നടന്മാർക്കോ പ്രസക്തി ഉണ്ടോ അതേ സെയിം പ്രസക്തിയുള്ളവർ തന്നെയാണ് ഇക്കൂട്ടരും. അത്തരത്തിലുള്ള ഒരു താരമാണ് ഇന്ന് നമ്മോടൊപ്പം ജസ്റ്റ് റൈറ്റിൽ കൂട്ടുകൂടാനായിട്ട് വന്നിട്ടുള്ളത്. 30ഓളം വർഷം സിനിമാ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുകയും അസോസിയേറ്റ് ഡയറക്ടർ, ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി സൂപ്പർ സ്റ്റാറുകളോടൊപ്പം പ്രവർത്തിച്ച് ഇപ്പോൾ സ്വതന്ത്ര സംവിധായകനായി 2 Men എന്ന മലയാളം ത്രില്ലർ റോഡ് മൂവി സംവിധാനം ചെയ്തുകൊണ്ട് മുഖ്യ സംവിധായകരുടെ മുൻനിരയിലേക്ക് കടന്നു വരികയും ചെയ്ത കെ സതീഷ് സാറാണ് ഇന്ന് നമ്മോടൊപ്പം ജസ്റ്റ് റൈറ്റ് മീഡിയയിൽ കൂട്ടുകൂടാനായിട്ട് വന്നിട്ടുള്ളത്. ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ കൂട്ടുകാർക്ക് വേണ്ടി അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. എന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ ഇക്കളി തീക്കളിയാകാൻ പോവാൻ. സതീഷ് ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷമല്ലേ? അടിപൊളി. ചാർജസ്റ്റിലേക്ക് സ്വാഗതം. താങ്ക് യു. ഈ ടൈറ്റ് ഷെഡ്യൂളിന്റെ ഇടയിലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ, ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എല്ലാം മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് തന്നതിന് തന്നെ ആദ്യം ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ ഒരു നന്ദി പറയുന്നത്. താങ്ക് യു. എനിക്കും വളരെ സന്തോഷം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഈ പറഞ്ഞ പോലെ അടിപൊളി. ഭയങ്കര ചൂടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ വാ കൂൾ ആക്ച്വലി കൂട്ടിലിരിക്കും. അതെ, വെരി ഗുഡ്. ആക്ച്വലി നമ്മള് ഇപ്പോ ക്ലൈമറ്റ് മാറേണ്ട സമയമാണ്. പക്ഷെ നമ്മള് ഇപ്പൊ സതീഷേട്ടൻ വരുന്നുണ്ടെന്ന് ഷെഫീഖ് ഭായി പറഞ്ഞിരുന്നു. അപ്പൊ നമ്മളൊന്നും അതിനെ പിടിച്ചു വെച്ചു. എന്തായാലും ഇത് കുറച്ചു കാലം കൂടി ഉണ്ടാവും പറയണത്. ഇങ്ങനെ ഇരുത്തി കാലാവസ്ഥ പ്രവചനം അങ്ങനെയാണ്. എന്തായാലും എവരിതിങ് ഇസ് ഫോർ ഗുഡ്. നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഇരുന്നിട്ടോ. തീർച്ചയായും. ഫിലിം ഫീൽഡിൽ ലോങ് ജേണിയിൽ 32 വർഷങ്ങൾക്ക് ഇപ്പുറം നിന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഹൗ യു ഫീൽ? ഒരുപാട് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ സിനിമയിലേക്ക് തുടങ്ങുന്ന സമയത്ത് ഉള്ള ടെക്നോളജിയോ ഇല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന രീതിയോ അല്ല ഇന്ന്. ഞാൻ തുടങ്ങുന്ന സിനിമ ഫിലിമിന് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ്. ഇന്നത്തെ സിനിമ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഡിജിറ്റലാണ്. അന്ന് നമുക്ക് ഫിസിക്കൽ എഫേർട്ട് ഒരുപാട് ആവശ്യമുണ്ട്. നമ്മൾക്ക് ഷൂട്ടിനായാലും എഡിറ്റിങ്ങിനായാലും റെക്കോർഡിങ്ങിനായാലും ഒക്കെ ഇന്ന് നമ്മളെ സഹായിക്കാനായിട്ട് എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ടെക്നോളജി ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 2 ജനറേഷനെയും നമുക്ക് കടന്നു വരാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ചുള്ള ഒരു വലിയ ഭാഗ്യമാണ്. ആ ഒരു എക്സ്പീരിയൻസ്. പണ്ട് കാലത്ത് പറയും ഒരു മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ പാക്കപ്പ് ചെയ്യണം. അതെ, ഇപ്പൊ പറഞ്ഞാൽ വാട്ടർ പ്രൂഫ് ക്യാമറാസ് ആണുള്ളത്. അല്ല, അത് ഈ പറഞ്ഞ പോലെ സീനിന്റെ ഇതുപോലെ ഇപ്പൊ മഴ ആവശ്യമില്ലാത്ത സീനാണെങ്കിൽ മഴ പെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അതൊരു വിഷയമല്ല. പക്ഷെ അതല്ലാണ്ട് തന്നെ ഇപ്പം ഡേ ഫോർ നൈറ്റ് ഷൂട്ട് ചെയ്യുമ്പോഴും ലൈറ്റ്സ് ഉപയോഗിക്കുന്ന ലൈറ്റുകളുടെ അത് ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അന്ന് ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള ലൈറ്റ്സ് ഒന്നും ഇന്നിപ്പം ഡിജിറ്റലിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ആവശ്യമില്ല. ഒരുപാട് ലൈറ്റ് കുറച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാമറാസ് ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ടെക്നോളജി വൈസ് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്യണ സമയത്ത് അന്ന് നമുക്ക് എന്താണോ ഫിലിമിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അത് തന്നെ ആയിരിക്കും സിനിമയിൽ സ്ക്രീനിൽ വരാൻ പോകുന്നത്. ഇന്ന് അതല്ല. ഇന്നിപ്പം നമുക്ക് ഒരെണ്ണം മായ്ക്കണമെന്നുണ്ടെങ്കിൽ മായ്ക്കാം. ഇപ്പൊ കാറൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ അത് മുഴുവൻ എറേസ് ചെയ്ത് കളയാൻ പറ്റും. ഇനി അതല്ല, അവിടെ നമുക്ക് പോർച്ചിന് വേറെ ഒരു എയർപോർട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് എറേസ് ചെയ്തിട്ട് അത് നമുക്ക് പേസ്റ്റ് ചെയ്യാം. എയർപോർട്ട് ആയിരിക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. അല്ലെങ്കിൽ ഇന്ത്യക്ക് പകരം നമുക്ക് US ബാക്ക്ഗ്രൗണ്ട് പോസ്റ്റ് ചെയ്യാം എന്ന് പറയുന്ന പോലെ ഒരുപാട് ടെക്നോളജി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു കാലത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രമുഖരായിട്ടുള്ള സംവിധായകരുടെ അസോസിയേറ്റ് ചെയ്യാനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഒന്നിങ്ങനെ റിവൈൻഡപ്പ് ചെയ്യുമ്പോൾ മുഖ്യമായിട്ട് നമ്മളിപ്പോൾ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള സംവിധായകർ ആരൊക്കെയാണെന്ന് റീകളക്ട് ചെയ്യാൻ. ഞാൻ സിനിമ തുടങ്ങുന്നത് സുരേഷ് ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ കൂടെയാണ്. അതായത് ജാതകം, മുഖചിത്രം, ഉത്സവമേളം തുടങ്ങിയിട്ടുള്ള സൂപ്പർ ഹിറ്റുകൾ ചെയ്ത സംവിധാനമാണ് സുരേഷ് ഉണ്ണിത്താൻ. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ശരിക്കും എൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഹരിശ്രീ കുറിക്കുന്ന ശരിക്കും അവിടെ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ വിജി തമ്പിയുടെ കൂടെ വർക്ക് ചെയ്തു, തുളസിദാസിൻ്റെ കൂടെ വർക്ക് ചെയ്തു. അങ്ങനെ പിന്നെ ഒരുപാട്. അതിനുശേഷം കൂടുതലും പുതിയ ആൾക്കാരുടെ കൂടെയാണ്. കാരണം പുതിയ സിനിമയും പുതിയ ഇതും മാറിക്കഴിഞ്ഞപ്പോൾ ആ ആറ്റിറ്റ്യൂഡുള്ള സംവിധായകരുടെ കൂടെയാണ് ഞാൻ കൂടുതലും വർക്ക് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇത്രയും വർഷം കഴിഞ്ഞെങ്കിലും എനിക്കൊരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് പുതിയ ജനറേഷൻ്റെ കൂടെ കൂടുതൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ പണ്ട് കാലത്ത് ഇപ്പോൾ
സിനിമാ മോഹമായിട്ട് ഒരുപാട് പേര് കോടമ്പക്കത്തൊക്കെ കയറിയിട്ടുള്ള ഒരു നമ്മള് വായിച്ചിട്ടും ഒരുപാട് ഫിലിമിലൊക്കെ കണ്ടിട്ട് അതുപോലുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ്? ഇല്ല, ഞാൻ സിനിമ തുടങ്ങുന്ന സമയത്ത് മദ്രാസിലാണ് സിനിമ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിലും വളരെ പെട്ടെന്ന് അത് കേരളത്തിലേക്ക് വന്നു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചുള്ള ഇപ്പോൾ പഴയ സിനിമാക്കാർ പറയുന്ന പോലെ അങ്ങനെ ഒരു മദ്രാസ് എക്സ്പീരിയൻസ് എനിക്കധികം പറയാനായിട്ടില്ല. പിന്നെയും നമ്മൾ ചെല്ലുന്നുണ്ട് പോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. എഡിറ്റിംഗ് മുതലുള്ള ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷന് നമ്മൾ ഒരു പരിധി വരെ ചെന്നൈയിൽ അന്ന് പോയിരുന്നു. അപ്പോൾ ബാക്കി മുഴുവൻ കേരളത്തിൽ തന്നെയാണ്. ഇനി നമ്മുടെ 2 മെനിലേക്ക് വരികയാണെങ്കിൽ, വൈ 2 മെൻ? അതും മലയാളത്തിൽ വളരെ കുറച്ച് മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു സംഭവം. എന്താണ് ഇങ്ങനൊരു ജോണർ പിടിക്കാണ്ടായ കാരണം? അതൊരു നല്ലൊരു ചോദ്യമാണ്. കാരണം എനിക്ക് ഏത് സിനിമ വേണമെങ്കിലും എടുക്കാമായിരുന്നു. കോമഡിയോ ആക്ഷനോ ഏത് വേണമെങ്കിലും നമുക്ക് ആദ്യ സിനിമ എന്നുള്ള രീതിയിൽ എടുക്കാം. പക്ഷേ ഈ ഉദ്ദേശം ഇത് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വർഷത്തെ സിനിമ അനുഭവത്തിന് ശേഷമാണ് ഞാനൊരു സിനിമ എടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമ ആയിരിക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ഉദ്ദേശമാണ്. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പായിരുന്നു എന്ത് സബ്ജക്റ്റ് ചെയ്യണമെന്നുള്ളത്. അങ്ങനെയാണ് എനിക്ക് വളരെ യാദൃച്ഛികമായിട്ട് ഈ ഒരു സബ്ജക്റ്റ് മനസ്സിലുണ്ടായതും എടുത്തത്. കാരണം മലയാളത്തിൽ റോഡ് മൂവി എന്ന് പറയുന്ന ജോണർ വളരെ കുറച്ച് കാണും. പിന്നെ ഇതെന്ന് പറയുന്നത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഫുള്ള് ദുബായിലാണ്. ഒരു ഡെസേർട്ടിൽ കൂടെ ഉള്ള 2 പേരുടെ ട്രാവലാണ് ഈ സാധനം. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ ഇല്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പൊ അതുമായിട്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വന്നതിന് ഒരു അർത്ഥമുണ്ട്. ഞാൻ എൻ്റെ ഇത്രയും കാത്തിരുന്നിട്ട് ഞാനൊരു സിനിമ ചെയ്തതിന് ഒരു അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു റോഡ് മൂവിയും ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജോഗ്രഫിയും ഒക്കെ അങ്ങനെ ഒരു ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ചിന്തിച്ചത് അതുകൊണ്ടാണ്. ഒരുപാട് ചലഞ്ചസും അതുപോലെ ആ ത്രില്ലും തീർച്ചയായിട്ടും. ആയിടൊക്കെ ഒരുപാട് ഫിലിമുകളായാലും സൃഷ്ടിക്കപ്പെട്ടത് കേരളത്തിലും മറ്റൊക്കെയാണ്. അതെ. പക്ഷെ ഇങ്ങനെ ഒരു ത്രില്ലർ റോഡ് മൂവി ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത സംഭവം അത് വേറൊരു ജിയോഗ്രാഫിയിൽ ചെയ്ത് എന്നുള്ള വലിയൊരു കാര്യം എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്? അതൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് ഒട്ടും പരിചിതമല്ലാത്ത ഒരു ജോഗ്രഫിയാണ് ഡെസേർട്ട് എന്ന് പറയുന്നത്. അതെ. അപ്പൊ അവിടെ ഒരു സിനിമ ചെയ്യാന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് ആണ്. അതിന്റെ ലൈറ്റിംഗ് കണ്ടീഷൻസ്, ക്ലൈമറ്റ് ഒക്കെ തന്നെ നമ്മൾ നേരത്തെ പ്രിപ്പയർഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതൊരു റോഡ് മൂവി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ടൈം ലൈറ്റ് അപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പൊ അവൈലബിൾ ലൈറ്റിൽ വേണം നമുക്കിത് ഷൂട്ട് ചെയ്യാൻ. അപ്പൊ അവൈലബിൾ ലൈറ്റ് ഷൂട്ട് ചെയ്യുമ്പം എല്ലാ ക്യാമറയും വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് ഏറ്റവും ലോ ലൈറ്റിൽ എക്സ്പോസ് ആവുന്ന ഒരു ക്യാമറ തന്നെ വേണം. ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് സോണി വെനീസ് എന്ന് പറഞ്ഞ ക്യാമറ. അപ്പൊ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ലോ ലൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ക്യാമറകളിൽ ഒന്നാണ് ഇത്. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൈറ്റ്സ് ഉപയോഗിച്ചിട്ടില്ല. ട്രാവലിങ്ങിന് സ്ട്രീറ്റ് ലൈറ്റിന്റെ ഇതും പിന്നെ വണ്ടിക്കകത്ത് അവരുടെ മടിയിലൂടെ ഇട്ടിരിക്കുന്ന LED സ്ട്രിപ്പുമാണ് നമ്മൾ ലൈറ്റ് സോഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അതിന്റെ മീറ്റർ, സ്പീഡോ മീറ്റർ പോലെയുള്ള ഡാഷ്ബോർഡിന്റെ വരുന്ന ലൈറ്റ്, ഇത് മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അത്രയും രീതിയിലാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പൊ അതിന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തിരി പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ക്യാമറാമാൻ എന്ന് പറയുന്നത് സിദ്ധാർത്ഥ രാമസ്വാമി. പുള്ളി തമിഴില്ല യാരടി മോഹിനിയൊക്കെ ചെയ്ത് മുംബൈ എക്സ്പ്രസ്, കമലഹാസന്റെ മുംബൈ എക്സ്പ്രസ് ഒക്കെ ചെയ്ത ക്യാമറമാനാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള. അങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് വന്നപ്പം സിദ്ധാർത്ഥ എന്ന് പറഞ്ഞത് നമുക്ക് ഇന്ന ക്യാമറ ഉപയോഗിക്കാം. കാരണം നമുക്ക് ലൈറ്റ് ഞങ്ങൾ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞതാണ്. കാരണം നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് മാത്രമേ ഉള്ളൂ, ആംബിയൻസ് എന്ന് പറയുന്നത് ലൈറ്റിംഗ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ക്യാമറ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിലാണ് അത് ഉപയോഗിച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രാവലിംഗ് സാധാരണ ഷൂട്ട് ചെയ്യുന്ന വാക്വം ബേസ് ക്യാമറ അങ്ങനെ മൗണ്ട് ചെയ്തിട്ടൊക്കെയാണ്. അപ്പൊ അതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസും സമയവും വേണം. ഒരു ആംഗിളിൽ നിന്ന് ക്യാമറ ഇപ്പുറത്തെ ആംഗിളിൽ വെക്കണമെങ്കിൽ ഏകദേശം 3/4 മണിക്കൂർ 1 മണിക്കൂർ എടുക്കും ഇപ്പുറത്ത് വെക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ വെക്കുമ്പം അതേപോലെ വീണ്ടും സമയം. അപ്പൊ അതെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു. അപ്പൊ അതിന് ഞങ്ങൾ ഉപയോഗിച്ചു ഇതൊരു പിക്കപ്പ് ആൻഡ് ട്രാവലാണ്. അപ്പൊ അത് കാരണം ലോ ലോഡർ എന്ന് പറഞ്ഞൊരു എക്യുപ്മെന്റ് ഉണ്ട്. അതിനകത്തേക്ക് ഈ വണ്ടി ഓടിച്ച് കയറ്റി കഴിഞ്ഞാൽ വിത്ത് ക്യാമറ ക്രൂ ഉൾപ്പെടെ വണ്ടി മൂവ് ചെയ്യാൻ പറ്റും. വണ്ടി ഇരിക്കുന്നത് എല്ലാം ക്യാമറ ഇരിക്കുന്നത് വണ്ടിക്കകത്താണ്. വെരി ലോ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അത്. അപ്പൊ അതിലേക്ക് കെട്ടിയിട്ട് അതിലാണ് നമ്മൾ ട്രാവലിംഗ് മുഴുവൻ ഷൂട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ ഫ്രണ്ടിൽ ട്രൈപോഡ് വെച്ചിട്ട് ഫ്രണ്ടിൽ നിന്ന് എടുക്കാം. ഇപ്പുറത്തും അതേപോലെ തന്നെ ഇവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ട് വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അല്ലാതെ മൗണ്ട് ചെയ്യുകയോ ഒന്നും വേണ്ട. അത് ചെയ്യാം, അപ്പുറ സൈഡിൽ വെക്കാം. ഇങ്ങനെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സെയിം ടൈമിൽ അത് റോഡിലൂടെ ട്രാവൽ ചെയ്ത് അതിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും. അത് വലിക്കാനായിട്ടൊരു വണ്ടിയുണ്ട്. അത്
അതനുസരിച്ച് പൊക്കോണ്ടിരിക്കുക. അപ്പം ട്രാവലിംഗ് ഫീൽ അതുപോലെ തന്നെ കിട്ടുകയും ചെയ്യും. മറ്റേ പടത്തില് ജഗതി വന്നിറങ്ങുന്ന പോലെ, ഏതില് ദിലീപിന്റെ ആ പടത്തില് കൊച്ചി രാജാവിലോ വന്നിറങ്ങുന്നത് അതുപോലെ. എന്ന് പറയും പോലെ ഞങ്ങൾ ശരിക്കും കുറച്ചൊന്ന് ഹോംവർക്ക് ചെയ്തു. ഇതെങ്ങനെ വളരെ കുറച്ച് സമയത്തിനകത്ത് എങ്ങനെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം സ്പീഡായിട്ട്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെയുള്ള രീതിയിലാണെങ്കിൽ പറ്റും. പക്ഷെ അതിന് ഞങ്ങളുടെ പ്രൊഡ്യൂസർ അനിൽ ക്രൂസ് ഡാർവിൻ, അദ്ദേഹമായിരുന്നു പ്രൊഡ്യൂസർ. എല്ലാ സപ്പോർട്ടും അദ്ദേഹം തന്നു. ഓക്കെ, ലോ ലോഡർ നിങ്ങൾ ഉപയോഗിച്ചോളൂ, നിങ്ങൾക്ക് ഫാസ്റ്റ് ആവുമെങ്കിൽ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിലാണ് ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ചലഞ്ചസ് എല്ലാം ഞങ്ങൾക്ക് അത് കാരണം ഫേസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിലെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഇതിലെ ആക്ടേഴ്സിനെ പറ്റിയാണ്. ആക്ടേഴ്സ് ഇപ്പോ നിഷാദ്ക്കായാലും ശരി, അതുപോലെ ഇർഷാദ്ക്കായാലും ശരി, മറ്റുള്ള ലനാമൻ എല്ലാവരും വളരെ രസകരമായിട്ട് അതിൽ ചെയ്തിട്ടുണ്ട്. അവരുടെ റോളുകൾ അടിപൊളിയായി ചെയ്തിട്ട്. തീർച്ചയായിട്ടും. എങ്ങനെയാണ് അവരായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ്? ശരിക്കും നിഷാദ് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ ഈ സബ്ജക്റ്റ് ആദ്യമായിട്ട് പറയുന്നത് തന്നെ നിഷാദിൻ്റെ അടുത്താണ്. അപ്പൊ ചോദിച്ചപ്പം നിഷാദ് എന്നോട് ചോദിച്ചത്, സതീഷ് നല്ല സബ്ജക്റ്റാണ്, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും കാസ്റ്റിംഗ് വേണ്ടത്? ഞാൻ പറഞ്ഞു, ഇതിനകത്ത് അബൂക്ക എന്ന് പറയുന്ന പിക്കപ്പ് ആൻഡ് ഡ്രൈവർ നിങ്ങളാണ് എന്ന് പറഞ്ഞു. ഞാൻ അഭിനയിക്കാനാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലേ? കോൺഫിഡൻസ് ഉണ്ട്, എങ്കിലും നമ്മൾ ധൈര്യമായിട്ട് ചെയ്യുക. ശരി, ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റേ ക്യാരക്ടർ ആയിരിക്കണം. ഞാൻ പറഞ്ഞു ഇർഷാദിനെ ഇടാം. കാരണം ആ സമയത്താണ് ഉൾഫ് എന്ന് പറഞ്ഞ പടം റിലീസാവും. അപ്പം അതിനകത്ത് ഇർഷാദിന്റെ ക്യാരക്ടർ ഗംഭീരമാണ്. ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് എക്സെൻട്രിസിറ്റി ആവശ്യമുള്ളൊരു ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞു അങ്ങേരെ നമുക്കിടാം. പക്ഷേ പറഞ്ഞു ഓക്കെ, എന്നാൽ ഡൺ, നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു സിനിമയ്ക്ക് എന്തായാലും ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു റോഡ് മൂവിയാണ്, നമ്മളൊരു ഡെസേർട്ടിലുള്ള ഒരു ട്രാവലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് ചില പ്രത്യേകതകളുണ്ട് മറ്റേത് സിനിമയെക്കാട്ടിലും. അപ്പം അതുകൊണ്ട് കാസ്റ്റിംഗ് വൈസ് നമുക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താം. അത് നമുക്ക് നിങ്ങളെ പോലുള്ളവരെ വെച്ചിട്ട് നമുക്ക് മേക്ക് ചെയ്യാം. പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. അങ്ങനെ ധൈര്യമായിട്ട് ഞങ്ങൾ ഇറങ്ങി. എന്തായാലും കൊള്ളാം. എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് സിനിമയെ കുറിച്ച് പറഞ്ഞത്. ദുബായ് ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ ഞങ്ങൾ പടം അയച്ചിരുന്നു. MA നിഷാദിന് ഏറ്റവും ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡും അവിടെ നിന്ന്. അപ്പൊ അത് കാരണം നമ്മുടെ എന്താണ് തീരുമാനം തെറ്റായിരുന്നു. അല്ലാതെ തന്നെ വേറെ ഒരുപാട് അവാർഡ്സ് ഇതിന് കിട്ടിയിട്ടേ. അതെ, ബെസ്റ്റ് ഇതല്ല, ഞങ്ങൾ കുറെ ഫെസ്റ്റിവലിൽ അയച്ചിരുന്നു. അപ്പം ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡ് കിട്ടി നിഷാദിന്, ബെസ്റ്റ് ഡയറക്ടർ എന്നുള്ള അവാർഡ് എനിക്ക് കിട്ടി, സിനിമയ്ക്കും അപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ട് ഞങ്ങളുടെ ഒരു അറ്റംപ്റ്റ് പരാജയപ്പെട്ടില്ല, അതൊരു വിജയം തന്നെയായിരുന്നു. തന്നെയല്ല, ഇതിപ്പോ ഇനി വരുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന് ഇങ്ങനെ ഒരു ത്രില്ലർ റോഡ് മൂവി മലയാളത്തില് can be do എന്ന ആ ഒരു മെസ്സേജും കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും കോൺഫിഡൻസ് ആണ് അവർക്ക്. തീർച്ചയായിട്ടും. കാരണം റോഡ് മൂവി എന്ന് പറയുന്ന ജോണർ വേൾഡ് സിനിമയിൽ ഒരുപാട് ഉപയോഗിച്ചിട്ട് ഇപ്പൊ തന്നെ സ്പിൽബർഗിന്റെ ആദ്യത്തെ സിനിമ ഡുവൽ എന്ന് പറയുന്ന റോഡ് മൂവി. നമ്മൾ ഇംഗ്ലീഷ് ഫിലിമിലാണ് അധികം ലെങ്തി ആയിട്ടുള്ള റോഡ് മൂവീസ് ഒരുപാട് സിനിമകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും മലയാളത്തിൽ റോഡ് മൂവീസിന് ഒരു സ്പേസ് ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പുതിയ വരുന്ന യങ് ജനറേഷൻ ഡയറക്ടേഴ്സ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ജോണറും കൂടെ ആലോചിക്കണം. കോമഡിയും ഇൻവെസ്റ്റിഗേഷനും മാത്രമല്ല റോഡ് മൂവി എന്ന് പറഞ്ഞൊരു ജോണറും ഉപയോഗിക്കാന്നുള്ളത് തീർച്ചയായിട്ടും. എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോ അത് ഇങ്ങനൊരു പുതിയൊരു നമ്മൾ ചലഞ്ചായിട്ട് ഏറ്റെടുത്ത ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു ന്യൂ എക്സ്പെരിമെന്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ ഇതിന് ചെറുതായിട്ടൊരു ഉൾവലിഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നില്ല. അല്ല, ആക്ച്വലി ഞങ്ങൾക്ക് ഈ ഇപ്പം ഫൈസി പറഞ്ഞ പോലെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ അത് റോഡ് മൂവി ഒന്നും അല്ലെങ്കിൽ അതിന്റെ ജോണറിനെ ഒന്നും ഉദ്ദേശിച്ചായിരുന്നില്ല. ഇതൊരു ചെറിയ താരങ്ങളായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സപ്പോർട്ട് പലയിടത്തും കിട്ടാറില്ല. തിയേറ്റർ ആയാലും ഡിസ്ട്രിബ്യൂഷൻ ആയാലും ഒക്കെ. കാരണം അവര് ചിലപ്പോൾ പേടിക്കുന്നത് അതുകൊണ്ടായിരിക്കും. നല്ല പ്രൈം ടൈം ഒരു ചെറിയ പടത്തിന് കൊടുത്താൽ തിയേറ്ററിലേക്ക് ആള് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? കറണ്ട് ചാർജ്, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യാത്തത്. പക്ഷെ എങ്കിലും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമാണ്. കുഞ്ഞു സിനിമകളെയും ഇവിടെ സപ്പോർട്ട് ചെയ്യണം. വലിയ സിനിമകൾ മാത്രം പോരാ. കണ്ടന്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് ആവശ്യമാണ്. ഇപ്പോ ഫിലിം ഫീൽഡിൽ പ്രവർത്തിച്ച് ഒരുപാട് പരിചയമുണ്ട്. ഇപ്പോ ഫിലിമിലേക്ക് കയറണം, എങ്ങനെയെങ്കിലും കയറിപ്പെടണം, ടെക്നീഷ്യനോ ഏതെങ്കിലും ഒരു ലെവലിലേക്ക് ഫിലിം ഫീൽഡിലേക്ക് എത്തിപ്പെടണം അഭിനയിക്കാനും പാടാനും ആഗ്രഹിക്കുന്ന ഒരുപാട് പേര്. അത്ര കൂട്ടുകാരോട് എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു താല്പര്യം സത്യസന്ധമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിക്കുക, തീർച്ചയായിട്ടും എത്തപ്പെടുകയും ചെയ്യും.
പിന്നെ അഭിനയിക്കാനാണെന്നുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കുക, ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യുക, നിങ്ങൾ ചെയ്തിട്ടുള്ള വീഡിയോസ് ഇപ്പം റീൽസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാടുണ്ടല്ലോ ഓപ്പൺ. നിങ്ങളുടെ മൊബൈലിനകത്ത് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ വേണമെങ്കിലും കാണിക്കാൻ പറ്റും. പണ്ടത്തെ കാലത്ത് അത് പറ്റില്ല. മാക്സിമം സ്റ്റിൽ എടുക്കാം, സ്റ്റില്ലിനകത്ത് നിങ്ങളുടെ പെർഫോമൻസ് കിട്ടത്തില്ല, പക്ഷെ ഒരു വീഡിയോ എടുക്കുമ്പോൾ കിട്ടും. അങ്ങനെ നിങ്ങൾ ഷോർട്ട് ഫിലിമോ റീൽസോ ഒക്കെ എടുക്കുക. എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ കാത്തിരിക്കുകയാണ് പുതിയ പുതിയ ആൾക്കാരെ. ഞങ്ങൾ ഓഫ്കോഴ്സ് ഞങ്ങൾ ഓരോ റീല് കാണുമ്പോഴും ഞങ്ങൾ നോക്കുന്നുണ്ട് നമുക്ക് പറ്റിയ ഏതെങ്കിലും ഒരു കാസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ ഇതിനകത്ത് കിട്ടുമെന്ന് ഞങ്ങൾ നോക്കാറുണ്ട്. എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് ഈ സാധനം എത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരുടെയും റെക്കമെൻഡേഷൻ ആവശ്യമില്ല, നിങ്ങളുടെ പെർഫോമൻസ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. അതുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഇത് കിട്ടും. നിങ്ങൾ ഗൾഫിലാണെന്നോ US-ലാണെന്നോ ഒന്നും വിചാരിക്കണ്ട, ഈ റീൽ ജസ്റ്റ് സെൻഡ് ചെയ്യുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ അവസരം കിട്ടും. അതുപോലെ പാടുന്നവർക്കും എല്ലാവർക്കും അത് തന്നെ. ഇപ്പോ ഈടായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് ഫിലിമുകളില് മെയിൻ സ്റ്റാർസിനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ടിക്ടോക്കിൽ നിന്നോ സോഷ്യൽ മീഡിയയിലൊക്കെ കഴിവ് തെളിയിച്ച് അതിൽ നിന്ന് കാസ്റ്റ് ചെയ്ത്. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ടിക്ടോക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വൈറലായിട്ടുള്ള ഒരു സാധനം ഇടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചിന്തിക്കും. ഇപ്പൊ തന്നെ ഞാൻ കേരള ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ടിക്ടോക്കിലെ ശങ്കരൻ എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ട്, ബ്ലോഗറാണ്, കൊച്ചു പയ്യൻ, 8 വയസ്സേ ഉള്ളൂ. അവനെയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അവനെ നമുക്ക് ആവശ്യമായിരുന്നു, അവനെ കാസ്റ്റ് ചെയ്തു. പിന്നെ ഒരു അമ്മമ്മ ഉണ്ടായിരുന്നു, അമ്മാമ്മയും ഭയങ്കര വൈറലാണ്. ഏതാ മറ്റേ നമ്മുടെ ഒരു കൊച്ചുമോനായിട്ട്? കൊച്ചുമോനും പൂച്ച ചാർന്ന. ആ അമ്മാമ്മയാണ് ഞാൻ അമ്മാമ്മയായിട്ട് കാസ്റ്റ് ചെയ്തത്. കാരണം ഇതൊക്കെ നമ്മൾ ഇതിനകത്തുനിന്നാ കണ്ടെത്തിയത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നോക്കുന്നുണ്ട് നിങ്ങൾ എവിടെയുണ്ട്, നമുക്കുള്ളവര് എവിടെ കിട്ടും, ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഈ സാധനം ഒന്ന് പോസ്റ്റ് ചെയ്താൽ മതി, പോസ്റ്റ് ചെയ്യണം, തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാസ്റ്റിംഗ് കോളൊന്നും കൂടുതലായിട്ട് ചെയ്യേണ്ട ആവശ്യം നമ്മൾ ചെയ്യാറുണ്ട്, തീർച്ചയായിട്ടും ചെയ്യാറുണ്ട്. ബട്ട് എങ്കിൽ പോലും നമ്മൾ ഇങ്ങനെയുള്ള ലൈവ് പെർഫോമൻസ് നമ്മൾ നോക്കും. ഞാനെന്നുള്ളതല്ല, ഞങ്ങൾ എല്ലാവരും നോക്കും പുതിയ പുതിയ ഫ്രഷ് ടാലൻസ് എവിടെ നിന്നൊക്കെ കിട്ടും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് വെളിയിലേക്ക് കാണിക്കുക, ബാക്കി ഞങ്ങൾ ഏറ്റെടുത്തോളാം. താൻ പാതി ഡയറക്ടർ പാതി, അതാണ്. അതുപോലെ തന്നെ ഈ ഖത്തറിലേക്കുള്ള ഇപ്പോഴത്തെ ഒരു ട്രിപ്പ് ഏതെങ്കിലും ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും അറിയാം. തീർച്ചയായിട്ടും. എന്താണ് വന്ന കാര്യങ്ങളൊക്കെ സെറ്റായോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് സൗണ്ട് ആയിരിക്കും, പേടിക്കണ്ട, ബോംബ് പൊട്ടിയാന്നല്ല. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇഫ്താറിന്റെ സമയത്ത് ട്രഡീഷണൽ ആയിട്ട് ഈ വെടി പൊട്ടിച്ചുകൊണ്ട് അറിയിച്ചിരുന്നു. അന്നത്തെ കാലത്ത് ഈ ലൗഡ് സംവിധാനങ്ങളും ഇല്ല, മൈക്കോ അനൗൺസ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ ആ ഒരു സംഭവം ട്രഡീഷണൽ ആയിട്ട് ഇപ്പോഴും ഖത്തർ ഗവൺമെന്റ് പൈതൃകമായിട്ട് കൊണ്ടു നടക്കുന്നത്. അതിനെ ഇപ്പോ ഇവിടുത്തെ ഒരു പ്രൈം ഏരിയകളിൽ ഇപ്പൊ ഈ ഒരു മിനാ ഡിസ്ട്രിക്ട് എന്ന് പറയും, അതുപോലെ സൂക്കില്, ലുസൈലില്, അതുപോലെ വക്കറയില്, അങ്ങനെയുള്ള പ്രൈം ഏരിയകളിൽ ഇപ്പോഴും അത് വെച്ചിട്ട് അത് കാണാനായിട്ട് ഒരുപാട് പേര് വരികയും ചെയ്യും. ആ കറക്റ്റ് ആ ടൈമില് അത് ആ വെടി പൊട്ടിക്കും. കാനൺ മറ്റേ ഇതില്ലേ പീരങ്കി പൊട്ടിക്കുക ചെയ്യാം. അതിന്റെ സൗണ്ടാണ് ആ കേട്ടത്. ഓക്കെ, അപ്പൊ നമ്മ വന്ന പോയിന്റ് പീരങ്കിയിൽ പോയി അത് നമുക്ക് തിരിച്ചുപിടിക്കണം. അതെ, നമ്മൾ ചോദിച്ചിരുന്നത് ഇപ്പൊ ഖത്തറിലേക്കുള്ള വരവിന്റെ ഉദ്ദേശം അത് എന്തായി, സെറ്റായോ എന്നുള്ളതായിരുന്നു ചോദ്യം. അതെ, ഖത്തറിലേക്കുള്ള വരവ് ശരിക്കും പറഞ്ഞ അടുത്തൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വന്നത്. ഇവിടുന്ന് പ്രൊഡ്യൂസർ ഇവിടുന്നാണ്. അപ്പൊ അദ്ദേഹമായിട്ടുള്ളൊരു മീറ്റിങ്ങിന് വേണ്ടിയാണ് വന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് താരങ്ങളെ എനിക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതുമൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരവിന്റെ ഉദ്ദേശം. ആർക്കെങ്കിലൊക്കെ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടോ, സാറ് വിളിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതെ, അതുപോലെ തന്നെ എനിക്ക് നമുക്ക് ജസ്റ്റ് റൈറ്റ് മീഡിയക്ക് വെക്കാനുള്ള സജഷൻ, ഖത്തറിൽ ഒരുപാട് കലാകാരന്മാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇനി വരാൻ പോകുന്ന ഫിലിമിലൊക്കെ ഒരു അവസരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. നേരത്തെ പറഞ്ഞത് എന്നാലും നമ്മുടെ ഒരു നിർദ്ദേശം റിക്വസ്റ്റ് ആയിട്ട് വെക്കുന്നു. അല്ല, തീർച്ചയായിട്ടും എൻ്റെ ഫസ്റ്റ് മൂവി ടൂമനിനകത്ത് മെയിനായിട്ടുള്ള ഒരു 6-7 ആർട്ടിസ്റ്റുകൾ ഒഴിച്ചിട്ട്, അതായത് ഇർഷാദ്, MA നിഷാദ്, രഞ്ജി പണിക്കര്, ബിനു പപ്പു, ലെന, അനുമോള്, സുധീർ കരമന, അങ്ങനെ കുറച്ച് മെയിനായിട്ടുള്ള പോയിട്ട് വളരെ പ്രധാനപ്പെട്ട പല വേഷങ്ങളും ചെയ്തിരിക്കുന്നത് UAE സ്റ്റേജിലും ഷോർട്ട് ഫിലിമിലും അഭിനയിച്ചിട്ടുള്ള കുറച്ച് നല്ല ആർട്ടിസ്റ്റുകളാണ്. ധന്യ പോലെ, മിഥുൻ ഉണ്ടായിരുന്നു, RJ മിഥുൻ ഉണ്ടായിരുന്നു, ധന്യ ഉണ്ടായിരുന്നു, ലക്ഷ്മി, അങ്ങനെ പറഞ്ഞ് കുറേ നല്ല ആർട്ടിസ്റ്റുകൾ. നമ്മുടെ രഞ്ജി പണിക്കരുടെ മകളായിട്ട് അഭിനയിച്ച കുട്ടി, അവളും ദുബായിൽ നിന്നാണ്.
അങ്ങനെ കുറെ പേര് അതിലേക്ക് വന്നു. കാരണം തീർച്ചയായിട്ടും നമ്മൾ പഴയ പോലെ അല്ല സിനിമ, ഇന്ന ആൾ അഭിനയിച്ചെങ്കിലേ ഇന്ന വേഷം നന്നാവുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒക്കെ വിട്ടു. പുതിയ പുതിയ ആൾക്കാരെ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും ഞാനും ഈ പറഞ്ഞ പോലെ പ്രൊമോട്ട് ചെയ്യും. പുതിയ ആൾക്കാർ ടാലന്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യും. എന്തായാലും നമ്മുടെ ഈ ഒരു ട്യൂമെന്റിനെ പറ്റിയിട്ടും സതീഷേട്ടൻ വന്ന ആ ഒരു ജേണിയെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളായിട്ട് പങ്കുവെച്ചു. ഇപ്പോ അവസാനമായിട്ട് ചോദിക്കാനുള്ളത് പറഞ്ഞാല് നമ്മുടെ ജസ്റ്റ് റൈറ്റിന്റെ കൂട്ടുകാരോട് അല്ലെങ്കിൽ സിനിമാ പ്രേമികളോട് സതീഷേട്ടൻ എന്താണ് പറയാൻ? സിനിമാ പ്രേമികളോട് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു മുൻവിധിയോടുകൂടി സിനിമകളെ തിരഞ്ഞെടുക്കരുതെന്ന് എനിക്കൊരു അഭിപ്രായമാണ്. കാരണം ഇപ്പൊ ഇന്ന താരത്തിന്റെ സിനിമ അല്ലെങ്കിൽ ഇന്ന ഡയറക്ടർ സിനിമ എന്ന് ഉള്ളതിന് അപ്പുറം കണ്ടന്റും കൂടെ നിങ്ങൾ നോക്കണം. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണോ, ചിലപ്പോൾ കൊച്ചു ബഡ്ജറ്റ് ആയിരിക്കും, ചെറിയ ബഡ്ജറ്റിലായിരിക്കാം സിനിമ, പക്ഷെ എങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു താരത്തിന്റെ സിനിമകൾ മാത്രമേ കാണുള്ളൂ അല്ലെങ്കിൽ ഇന്നൊരു ജോണർ മാത്രമേ കാണുള്ളൂ എന്നുള്ളത് വിട്ടുകൊണ്ട് നല്ല സിനിമകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഇനിയും നല്ല നല്ല സിനിമകൾ പുതിയതായിട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. അവർ പുതിയ പുതിയ കണ്ടന്റുകളായിട്ട് പുതിയ ഐഡിയാസുമായിട്ട് തീർച്ചയായിട്ടും അവർ വരും. അപ്പൊ അവരെ സഹായിക്കണമെങ്കിൽ നിങ്ങൾ തന്നെയാണ് അവരെ സഹായിക്കേണ്ടത്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ എല്ലാ സിനിമയും തുറന്ന മനസ്സോടുകൂടി കാണാൻ നിങ്ങൾ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾ എന്റർടൈൻമെന്റ് ആയിരിക്കാം കൂടുതൽ ആഗ്രഹിക്കുന്നത്, പക്ഷെ എങ്കിലും അത് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കിട്ടുന്ന സിനിമകൾ ഒരുപാടുണ്ട്. നിങ്ങൾ കാണാതെ പിന്നീട് TV-യിൽ കാണുമ്പോഴും ഒക്കെ നിങ്ങൾ പറയും അയ്യോ നല്ല സിനിമയായിരുന്നു എന്ന് പറയും. പക്ഷെ അന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അതിന്റെ പ്രൊഡ്യൂസർ, അതിന്റെ ടെക്നീഷ്യൻസ്, അഭിനയിച്ചവരും എല്ലാം അതൊരു വലിയ സപ്പോർട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തുറന്ന മനസ്സോടുകൂടി കുഞ്ഞു സിനിമകളെയും സൂപ്പർ സ്റ്റാറുകളല്ലാത്ത സിനിമകളെയും സപ്പോർട്ട് ചെയ്യുക എന്ന് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ഒരു ചെറിയ ടൈമിൽ ഇപ്പൊ ഇത് ഇഫ്താറിന്റെ ഒക്കെ സമയത്തായിട്ടായാലും നമുക്ക് ഈ ജസ്റ്റ് റൈറ്റ് മീഡിയക്ക് വേണ്ടിയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു തന്നു. അതിന് നമ്മളെ ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ ഭാഗത്തു നിന്നും അതുപോലെ ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ ക്രൂസ്, അവിടെ നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ ഫിറോസാണ് നമ്മുടെ ക്യാമറാമാൻ, എപ്പോഴും നമ്മളോടൊപ്പം ഫുൾ എൻഗേജ് ആക്കിയിട്ട് നമ്മളെ കൂടെ ഇങ്ങനെ നിർത്തുന്നത് ഫിറോസാണ്, ഫിറോ ഫ്ലയർ. അപ്പോ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും എനിക്കും അതുപോലെ തന്നെയാണ്. നിങ്ങളോട് വളരെ നന്ദിയുണ്ട്. ഞാൻ കണ്ടിട്ടില്ലാത്ത ഈ പറഞ്ഞ ഗൾഫിലെ സുഹൃത്തുക്കളോട് എന്താണ് സംവദിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ തന്നതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഫിറോസ് ഭായി ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് സതീഷ് ചേട്ടനായിട്ടുള്ള ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ നമ്മള് വേറൊരു മൂഡിലായി. ഏത് ഒരു ത്രില്ലർ റോഡ് മൂവി മൂഡിലാണ്. അപ്പൊ നമ്മളെ പ്രാവശ്യത്തെ സബ്സ്ക്രിപ്ഷനിലായിക്കൊക്കെ നമുക്ക് ആ ഒരു ജോണറിൽ പഠിച്ചാലോ എന്നിങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അത് കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റിലിടുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല പുതിയ നല്ല താരങ്ങളുമായിട്ട് നിങ്ങളിലേക്ക് ജസ്റ്റ് റൈറ്റ് മീഡിയ എത്തുന്നതുവരെ ഗുഡ് ബൈ.